ഒന്ന് ജാട, ഒന്ന് ഗലാട്ട, ഒന്ന് ഇലുമിനാറ്റി. എങ്ങനെയാണ് ഈ 3 വാക്കുകളും വന്നത്? ഈ രംഗണ്ണന്റെ വാഴ്ത്തുപാട്ടുകൾ 9 പാട്ടുകളിൽ ഒരു 4 5 അദ്ദേഹത്തിന്റെ രംഗണ്ണനെ പറ്റി പറയുന്ന പാട്ടുകളാണ്. അപ്പൊ അണ്ണൻ എന്തൊക്കെ പറയാം. ഇലുമിനാറ്റിയാണ് ഇതിൽ ആദ്യം എഴുതിയത്. അതുവരെ കൊണ്ട് അപ്രൂവ് ചെയ്യിപ്പിക്കാൻ ഞാൻ കുറച്ചൊന്ന് പാടുപെട്ട്. അർദീസ, രോമാഞ്ചം, ആവേശം. ഇപ്പോ ഇതിലൊക്കെ സുഷിൻ ശ്യാമിന്റെ ഒപ്പാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഷിൻ തന്നെ വളരെ സെക്യൂർ ആയിട്ടൊരു മനുഷ്യനാണ്. തീരെ ഇൻസെക്യൂരിറ്റി ഇല്ലാത്ത ചില ഇപ്പോൾ മഞ്ഞുമല്ലൊക്കെ പാട്ടെടുക്കുമ്പോൾ ഇത് ഹിറ്റ് ആവണ്ട, അല്ലെങ്കിൽ ഹിറ്റിനെ പറ്റി ആലോചിക്കണ്ട എന്ന് പറയുന്ന. അപ്പം അങ്ങനെ പറയണമെങ്കിൽ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, മനസ്സുകൊണ്ട് തന്നെ സെക്യൂർ ആയിരിക്കണം. ഇവരൊക്കെ അപ്രൂവ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങ് കോൺഫിഡൻസ് ആയതാണ്. ബേസിക്കലി നമുക്ക് റൈം ചെയ്യുക, എല്ലാം മറ്റേ ഇടയാൻ വന്നവർക്കും നിന്നവർക്കും പണ്ടേ ആപത്ത്, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത്, അങ്ങനെയാണ് മതയാനെയും മിരിക്കിടും കരുത്ത്, ഇതിനെ പടച്ചുവിട്ട കടവുൾക്ക് 10 ൽ 10. കോംപ്ലിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സിമ്പിളായി നിലനിൽക്കാനും സിമ്പിളായി കാര്യങ്ങൾ ചെയ്യാനുമാണ് പാട്. ആക്ച്വലി എഴുതുന്നതൊക്കെ ലവ് സോങ് ആണെങ്കിലും ലവ് സിനിമാസ്, ലവ് സ്റ്റോറീസ് അധികം കാണാൻ ആഗ്രഹിക്കുന്ന ആളോ എൻ്റെ ജോണറല്ല. ഈ നഗരത്തിൽ അംബാനികൾ 100,000, അതിലൊരു ധാരാവിയിൽ നീരാവിയായി നമ്മുടെ ജീവിതം എന്നുള്ളത്. അല്ലെങ്കിൽ അതൊരു കറക്റ്റ് പൊളിറ്റിക്സ് ആണല്ലോ. അത് അംബാനികൾ ഇവിടെ 100,000 ഉണ്ട്, പക്ഷെ നമ്മുടെ ലൈഫ് ഞാനിടയ്ക്ക് ആലോചിക്കാറുള്ളൊരു കാര്യമാണ്. ഞാനും ഈ പറഞ്ഞ ചെന്നൈയിലൊക്കെ ഒരു 10 വർഷം ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അത് ബാംഗ്ലൂർ ആണെങ്കിൽ പോലും ആ ഒരു അവരുടെ ഒരു ലൈഫ് എനിക്ക് വളരെ റിലേറ്റബിൾ ആണ്. ആക്ച്വലി ആദ്യം കമ്പോസ് ചെയ്യുന്നത് എൻ്റെ അമ്മ അമ്മയുടെ ബാങ്കിന്റെ കൊയറിന് എന്തോ പാടാൻ വേണ്ടി ഒരു കവിത എഴുതി വെച്ച്. അമ്മ എഴുതുന്ന ഇങ്ങനെ ചെറിയായിട്ട്. അപ്പൊ അതിങ്ങനെ ഒരു പേപ്പറിൽ കണ്ടപ്പോൾ ഞാൻ അത് ആദ്യം കമ്പോസ് ചെയ്തു. അങ്ങനെ കമ്പോസിങ് ആയിരുന്നു താല്പര്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പൊ പിന്നീട് ഞാൻ കമ്പോസ് ചെയ്യാൻ എനിക്ക് വരിയില്ല. അപ്പൊ അതിനുവേണ്ടി വരി എഴുതി തുടങ്ങിയതാണ്. വിനായക് ശശികുമാറാണ് ഇന്ന് മീഡിയ വണ്ണൊപ്പം ഉള്ളത്. സ്വാഗതം. ഞാൻ വലിയ വിശേഷണമൊന്നും കൊടുക്കാതിരുന്നത് അടുത്ത കാലത്തായിട്ട് വളരെയധികം പ്രശസ്തരായിട്ടുള്ളൊരു ലിറിസിസ്റ്റാണ്. അപ്പം ഒരുപാട് പാട്ടുകളെ പറ്റിയിട്ട് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പോൾ കത്തി നിൽക്കുന്നത് ആവേശമായതുകൊണ്ട് ആവേശത്ത് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കണു. അപ്പോൾ ഒരു 3 വാക്കുകൾ എങ്ങനെയാണ് നിങ്ങളിലേക്കും പിന്നെ സംഗീത സംവിധായകരെ കൂടി എടുത്തതെന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഒന്ന് ജാട, ഒന്ന് ഗലാട്ട, ഒന്ന് ഇലുമിനാറ്റി. ഈ 3 വാക്കുകളും ഈ ഹൂക്ക് മുൻപുള്ള പാട്ടുകളിലൊക്കെ വരികളാണ്. ഇപ്പോൾ പവിഴമഴയാണെങ്കിലും ആരാധികയാണെങ്കിലും വാക്കുകളാണെങ്കിലും ഒരു വരിയാണ് കൂടുതൽ ഹിറ്റ് ആവാറുള്ളത്. ഇത് കറക്റ്റ് ഒരു ഹൂക്ക് വേർഡാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 3 വാക്കുകളും വന്നത്? എന്താ അതിന്റെ പിന്നിലെ കഥ? ഇതിൽ ഒരെണ്ണം വരാനുള്ള താമസം ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഒരു പാട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ ട്രാക്കിൽ വീണു. പിന്നെ ബാക്കി വാക്കുകൾ വരാൻ പാടൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, ബേസിക്കലി ഞങ്ങൾ ഒരുമിച്ച് രോമാഞ്ചം എന്നൊരു സിനിമ ചെയ്തിട്ടുള്ളത് കൊണ്ട് മൊത്തം ഏകദേശം ജിത്തു മാധവൻ, സുഷിൻ, ഞങ്ങൾ മുന്നിരുന്നാണല്ലോ പാട്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു സെയിം മോഡസ് ഓപ്പറാൻഡി തന്നെയായിരുന്നു ഇതിലും. കാരണം മിക്ക പാട്ടുകളും ഇതിലും രോമാഞ്ചത്തിലെ പോലെ തന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞ് ഒരുമിച്ചിരുന്നിട്ട് പ്രീ പ്രൊഡക്ഷനല്ല, ഈ പറഞ്ഞ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പാട്ട് എന്ത് വേണം, പാട്ടാണ് കഥ കൊണ്ടുപോകേണ്ടതെന്ന് അറിയാം, എന്നാൽ ഏത് പാട്ട് എവിടെ വേണം എങ്ങനെ വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതിൻ്റെ ഒരു വർക്കിംഗ് പാറ്റേൺ സെയിം ആയിരുന്നു. 2 സിനിമകളുടെയും ഒരു ഫൺ ജോണർ എന്ന് പറയുന്നത് സെയിം ആണ്. ഒരു ഡാർക്ക് ഹ്യൂമർ എലമെന്റ് രണ്ടിലും ഉണ്ട്. അപ്പോൾ രോമാഞ്ചം ചെയ്തത് സക്സസ്ഫുൾ ആയതിൻ്റെ ഒരു കോൺഫിഡൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആണ് ഇതിനകത്ത് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ആലോചിച്ചു. ഈ രംഗണ്ണന്റെ വാഴ്ത്തുപാട്ടുകൾ 9 പാട്ടുകളിൽ ഒരു 4 5 രംഗണ്ണനെ പറ്റി പറയുന്ന പാട്ടുകളാണ്. അപ്പൊ അണ്ണൻ എന്തൊക്കെ പറയാം എന്നൊക്കെ ആലോചിച്ചിട്ട് ഇതുവരെ പറയാത്ത എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ കേട്ട് വളരെ ഫെമിലിയർ ആയ ഒരു വാക്കായിരിക്കണം, എന്നാൽ പരിചിതമല്ലാത്ത സന്ദർഭത്തിൽ ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുതുമ. അപ്പം അങ്ങനെ ഇലുമിനാറ്റി എല്ലാവർക്കും അറിയാം, ജാട നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ്, ഗലാട്ടയും കേട്ടിട്ടുള്ള വാക്കാണ്. അപ്പോൾ ഇത് പ്രതീക്ഷിക്കാത്തൊരു പാട്ടിൽ വരുമ്പോഴാണ് അതിൻ്റെ ഒരു പുതുമ. അപ്പോൾ ഇലുമിനാറ്റിയാണ് ഇതിൽ ആദ്യം എഴുതിയത്. അതുവരെ കൊണ്ട് അപ്രൂവ് ചെയ്യിപ്പിക്കാൻ ഞാൻ കുറച്ചൊന്ന് പാടുപെട്ട്. ഈ വാക്കുകളിൽ ജിത്തുമാധവൻ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു, ഇലുമിനാറ്റി മതിയെന്ന് വിനായക് പറഞ്ഞു. ജിത്തുമാധവൻ അത് വേണ്ടെന്നായിരുന്നു, സുഷിനെ വേണോ വേണ്ട എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. സുഷിനായിരുന്നു ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. സുഷിനായിരുന്നു ആദ്യം വേണ്ടത്. ഇലുമിനാറ്റി എന്നുള്ള വാക്ക് മാത്രമല്ല, അതിന് മുമ്പ് ഞാൻ എഴുതിയ വരികൾ ഇപ്പോൾ ഉള്ളതായിരുന്നില്ല, കുറച്ച് ഇംഗ്ലീഷും മലയാളമൊക്കെ മിക്സ് ചെയ്ത് എഴുതി. അപ്പോൾ ആ ഒരു അപ്രോച്ച് റോങ് ആയിരുന്നു. സുഷിൻ പറഞ്ഞ കറക്റ്റ് ആണ്. ആക്ച്വലി അന്ന് എനിക്കത് മനസ്സിലായില്ല. ഈശ്വര, കാരണം ഇതിന്റെ റെഫറൻസ് നമുക്ക് കിട്ടിയത് മിക്കതും തമിഴ് പാട്ടുകളാണ്. ഈ സിനിമയിലെ പാട്ടുകളുള്ള പോലത്തെ പാട്ടുകൾ മലയാളത്തിൽ മുമ്പ് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ഇന്ന പാട്ട് പോലെ ഒന്നും പറയാനില്ല. അപ്പോൾ കേട്ടതൊക്കെ തമിഴിൽ നിന്നായിരുന്നുകൊണ്ട് ആ ഒരു ഫോർമാറ്റിൽ എഴുതിയത്, തമിഴിൽ ഇംഗ്ലീഷ് മിക്സ് ചെയ്തൊക്കെ എഴുതിയല്ലോ. അപ്പോൾ അതുപോലെ എഴുതിയത്. പക്ഷെ മലയാളത്തിൽ ഇത് വർക്കൗട്ട് ആവില്ല എന്നുള്ളത് സുഷിൻ കറക്റ്റായിട്ട് പറഞ്ഞു. പക്ഷെ ആ 1004 വരെ മാറ്റി ചെയ്ത കൂട്ടത്തിൽ ഇലുമിനാറ്റി മാറ്റാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു. അത് കാരണം അത് ഹുക്കിംഗ് ആവും. അപ്പോൾ സുഷിൻ പറഞ്ഞു ഇലുമിനാറ്റി ഹിറ്റ് ആവും, പക്ഷെ ഇതുപോലത്തെ ഹിറ്റ് നമുക്ക് വേണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഈശ്വര, അവിടെ ബാക്കിയുള്ള മനുഷ്യന്മാർ ഹിറ്റ് താന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഹിറ്റ് വേണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ഹിറ്റ് വേണോന്നോ? ഇലുമിനാറ്റി എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പൊ കുറെ സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഉണ്ട്, അതാണ് എന്റെ ഫെമിലിയാരിറ്റി ആസ്പെക്ട്.
പക്ഷെ അതൊരു വെസ്റ്റേൺ വാക്കാണ്. ഇതുപോലത്തെ ഒരു ഡപ്പാങ്കൂത്ത് പോലത്തെ വൈബുള്ള ഒരു പാട്ടിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബീറ്റുള്ള പാട്ടിൽ അത് പ്രതീക്ഷിക്കില്ല. അപ്പം അതിൻ്റെ ഒരു പുതുമ. പക്ഷെ സുഷിൻ ബാക്കി മറ്റേ ആദ്യത്തെ മംഗ്ലീഷൊക്കെ മാറ്റി മലയാളമാക്കിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ബാലൻസ് മാറിയെന്ന് സുഷിൻ പറഞ്ഞു. അപ്പം അങ്ങനെ അത് ഫിക്സായി. അപ്പോൾ നമുക്ക് ആ മീറ്റർ കിട്ടി. ഓക്കെ, ആ വയസ്സത്തിൻ്റെ മീറ്റർ എന്താണ് എന്നുള്ളത് കിട്ടി. പിന്നെ ഗലാട്ടയും ജാടയൊക്കെ നാച്ചുറലി സംഭവിച്ചു. ഇപ്പോൾ ഫഹദ് ഫാസിൽ അദ്ദേഹം ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഓണർ അതുകൊണ്ട് ആണെന്ന് അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആള് ഇപ്പം ഓരോ പാട്ട് ഇതിനകത്ത് രംഗണ്ണനെ പറ്റിയിട്ടാണല്ലോ പാട്ടുകൾ. അപ്പം മൂപ്പര് പാട്ടൊക്കെ കേട്ട സമയത്ത് അദ്ദേഹം ആ ക്യാരക്ടറിനെ പറ്റിയിട്ട് സിനിമയ്ക്ക് മുമ്പ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആളപ്പോൾ അത് അഭിനയിച്ച ശേഷമായിരിക്കും അങ്ങനെ. അതിനുശേഷം പാട്ടും കൂടെ കേട്ടപ്പോൾ എന്തായിരുന്നു ഫഹദ് ഫാസിൽ എന്നുള്ള ഒരു നടൻ്റെ അദ്ദേഹം വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നല്ലോ. അല്ല, ഇതിനകത്ത് ആക്ച്വലി ഇല്ലൂമിനാറ്റി മാത്രം ഞങ്ങൾ ഷൂട്ടിന് മുമ്പ് ചെയ്ത പാട്ടാണ്. അപ്പോൾ ഇത് ആക്ച്വലി പടത്തിൽ ആദ്യം ആസ് പെർ ഇനിഷ്യൽ പ്ലാൻ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അത് അവരെല്ലാവരും കേട്ടിട്ടുണ്ട്. ആക്ച്വലി കുറച്ച് എനിക്ക് തോന്നുന്നത് ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരു ഏരിയയിൽ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അവരെല്ലാവരും വൈബ് ചെയ്തു, ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഈവൻ നസ്രിയെ പോലും സുഷിൻ പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ എന്നും വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സുഷിൻ നേരെ പല ദിവസങ്ങളിൽ പോകുന്ന ഇവരുടെ അടുത്തേക്കാണ്, നസ്രിയുടെ അടുത്തേക്ക്. അപ്പോൾ ചില വാക്കുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ട്യൂണായാലും ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ പറയും. വൈബ് ചെയ്യുന്ന സാധനമാണെങ്കിൽ വൈബ് ചെയ്യും. ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് സുഷിൻ എടുത്തുകൊണ്ടിരുന്നത് എനിക്കൊന്ന് അവിടെ നിന്നൊക്കെ ആയിരുന്നു തോന്നുന്നു. ഈ ചോര കൊണ്ട് ജ്യൂസ് അടിക്കും സോഡ സർബത്ത്. എനിക്കിതൊക്കെ ആക്ച്വലി ജിത്തും സുഷിനും തരുന്ന ഒരു കോൺഫിഡൻസിലാണ് ഞാനും പോകുന്നത്. കാരണം എനിക്കിത് പുതിയതാണ്. നമ്മള് വയലൻസ് ഭയങ്കര കൂടി പോകുന്നുണ്ടോ എപ്പോഴെങ്കിലും തോന്നിയോ? അല്ല, വയലൻസ് കൂടി പോകുന്നത് സർക്കാസത്തിലാവുമ്പോൾ കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ അതൊരിക്കലും ഇപ്പൊ ഈ സിനിമയിൽ തന്നെ ഒരു ഗാങ്സ്റ്റർ സ്പൂഫിന്റെ ഒരു ചെറിയൊരു ലെയർ ഉണ്ട്. അത് കടന്നു പോയാൽ ഓവറാവും. അത് മലയാളത്തിലെടുത്ത് ജിത്തുവിന്റെ ഒരു ബ്രില്യൻസ് അതാണ്. മലയാളത്തിൽ അങ്ങനത്തെ സാധനങ്ങൾ എടുത്ത് ഫലിപ്പിക്കുക. തമിഴിലും ഹിന്ദിയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പാടാണ്. അപ്പോൾ ജിത്തുവിന് വളരെ ഈസിലി അത് വരും. ജിത്തുവിനെ ജഡ്ജ് ചെയ്യാൻ വിട്ടുകൊടുക്കും. ചില സാധനങ്ങൾ കാണുമ്പോൾ ചില ലൈൻസ് ജിത്തു പറയും ഇത് കടന്നുപോയി, തിരിച്ചു വരണം. കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇവരൊക്കെ അപ്രൂവ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങ് കോൺഫിഡൻറ്റ് ആയതാണ്. ബേസിക്കലി നമുക്ക് റൈം ചെയ്യുക, എല്ലാം മറ്റേ ഇടയാൻ വന്നവർക്കും നിന്നവർക്കും പണ്ടേ അബത്ത്, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, മതയാനെയും മെരിക്കിടും കരുത്ത്, ഇവനെ പടച്ചുവിട്ട കടവുൾക്ക് 10. ഇതിന്റെ എനിക്കൊന്ന് പടം ഇറങ്ങിയ ശേഷം മിക്കവാറും വന്ന റിവ്യൂസിലാണെങ്കിലും ഫഹദിനെ പറ്റി വന്ന വീഡിയോസിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇവനെ പടച്ചുവിട്ട കടവുൾക്ക് 10 എന്നാണ്. അതായിരുന്നു. പിന്നെ ഇപ്പം വിനായക് ശശികുമാറിന്റെ കുറേ വരികൾ ഏറ്റവും സിമ്പിളാണ്. നമുക്ക് ഉപമകളാണെങ്കിലും ഭയങ്കര സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാം. മേ ബി വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളുടെയും അതിലത്തെ കഥാപാത്രങ്ങളുടെയും ഒക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് മറ്റേ ജാട പാട്ടിലെ മറ്റേ വാക്കുകളുണ്ടല്ലോ, കുലീനരെ, ഉദാത്തരെ എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ഇത് വിനായക് ശശികുമാറിനോട് ആരെങ്കിലും പറഞ്ഞു കാണും. വളരെ സിമ്പിളായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ കാരണം ജാട ലൈക്ക് ഒരു റിപ്ലൈ ആണല്ലോ, ഭയങ്കര ഒരു മറുപടി ആണല്ലോ. അപ്പോൾ എനിക്ക് ആ വാക്കുകളൊക്കെ ഉപയോഗിച്ചപ്പം വിനായക് ശശികുമാറിനോട് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് അതിനു കൂടിയുള്ള ഒരു മറുപടിയാണെന്ന് തോന്നിയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നോ? നമ്മുടെ മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ടു സിമ്പിൾ ആയിട്ടാണ് എഴുതുന്നത്, കുറച്ചുകൂടെ കട്ടിയുള്ള മലയാളം വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ? അല്ല, അങ്ങനെ എനിക്ക് ആകപ്പാടെ വന്നിട്ടൊരു വിമർശനം ഇതുവരെ വന്നിട്ടുള്ള മെയിനായിട്ട് അതാണ്, ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിളായി പോകുന്നു. പക്ഷേ ഇതൊരു USP അതാണ്. അതായത് ചില പാട്ടുകൾ എഴുതുമ്പോൾ നമുക്ക് ടു സിമ്പിൾ ആവാൻ പറ്റില്ല. പാട്ടുകൾ അങ്ങനെ ചെയ്യാറില്ല. എന്നാലും ആ പാട്ട് അനുവദിക്കുന്ന സിംപ്ലിസിറ്റിയുടെ പരമാവധി ഞാൻ ചെയ്യും. ഞാൻ ഇതുവരെ വർക്ക് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യം, കോംപ്ലിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അതാണ് എളുപ്പമല്ലേ? കോംപ്ലിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സിമ്പിളായി നിലനിൽക്കാനും സിമ്പിളായി കാര്യങ്ങൾ ചെയ്യാനുമാണ് പാട്. കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ഈസിയാണ്. നമുക്ക് ജീവിതത്തിൽ എന്തും എളുപ്പത്തിൽ കോംപ്ലിക്കേറ്റ് ചെയ്യാം. ഒരു മറ്റേ കുടുക്ക് കെട്ടാനല്ലേ എളുപ്പം, കഴിക്കാനല്ലേ പാട്. അപ്പോൾ ഇത് ഞാൻ ഗുരുനാഥന്മാരായിട്ട് കാണുന്നവരും പറഞ്ഞിട്ടുള്ള വിദ്യാസാഗർ സാറുമായിട്ടൊക്കെ ഞാനൊരു ഫാൻ ബോയ് ആണ്. അപ്പോൾ സാറുമായിട്ട് വർക്ക് ചെയ്തപ്പോൾ സാറും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ബീയിങ് സിമ്പിൾ ഇസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്. കാരണം നമ്മൾ ഒരു പാട്ട് എഴുതുമ്പോഴാണെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയായിരിക്കും. അപ്പം അതൊക്കെ ഈ പാട്ടിൽ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് മെച്യൂരിറ്റി. എന്തൊക്കെ ചെയ്യരുതെന്ന് നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്യുമല്ലോ, അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പാട്ട് ആരാണ് കേൾക്കാൻ പോകുന്നത്, ഈ പടത്തിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, അവർക്ക് വേണ്ടത് മാത്രം എഴുതിയാൽ മതി എന്നുള്ളത്. വിനായകന് മുൻപുള്ള കുറച്ച് അഭിമുഖങ്ങളൊക്കെ കാണുന്ന സമയത്ത് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, സിനിമേനെ ആസ് എ ഹോൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്ന ഒരു ലിറിസിസ്റ്റിനെ പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചില
ഒരു ടെക്നീഷ്യൻസിൻ്റെ സൈഡ് വരുമല്ലോ. അപ്പോൾ ചില സിനിമാട്ടോഗ്രാഫർ സംസാരിക്കുമ്പം നമുക്കറിയാം അവർ സിനിമയാണ് ലൈക്ക് അതിൻ്റെ ഒരു അതിലേക്കുള്ളൊരു പാർട്ടായിട്ട് അതിലേക്കൊരു ടൂളായിട്ടാണ് കാണുന്നതെന്ന്. പക്ഷെ ചില ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ടെക്നീഷ്യൻസ് സംസാരിക്കണ കാണുമ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ഒരു സെപ്പറേറ്റ് ഇതായിട്ട് കാണുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ വിനായക് എപ്പോഴും ഒരു ലിറിസിസ്റ്റ് എന്നുള്ള രീതിയിൽ മറുപടി കൊടുക്കുമ്പോൾ എപ്പോഴും സിനിമ ആസ് എ ഹോൾ ആയിട്ടാണ്. അപ്പം ഇത് തുടക്കത്തിലെ തന്നെ ഇപ്പോൾ നമ്മൾ സിനിമയിലേക്ക് ഇപ്പോൾ ഒരു 10-11 വർഷങ്ങൾക്ക് മുൻപ് കുട്ടിങ്കോലിലൂടെയൊക്കെ സിനിമയിലേക്ക് വരുന്ന സമയത്തെ മൈൻഡിലുണ്ടായിരുന്നു ഞാൻ സിനിമയിൽ എൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് സിനിമേനെ ആസ് എ ഹോളായി കണ്ടുകൊണ്ടാണ്, അതിലേക്കുള്ള ഒരു ടൂൾസ് ആണ് എൻ്റെ പാട്ടുകൾ എന്നുള്ളത്. ബൈ നാച്ചുറൽ അങ്ങനെ വരുന്നത് തന്നെയാണ്. ഞാനിപ്പം സിനിമ ആസ്വാദകനാണെന്ന് മാത്രമല്ല സിനിമ ചെയ്യണം എന്നൊക്കെ ഭാവിയിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു എലമെന്റ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഓരോ സ്ക്രിപ്റ്റ് വരുമ്പോഴും എനിക്ക് ആക്ച്വലി ആദ്യം ഒരു ഓഡിയൻസ് എന്ന രീതിക്ക് ആ സ്ക്രിപ്റ്റ് വായിക്കുന്ന എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ സംവിധായകനും തിരക്കഥാകൃത്തും എങ്ങനെയാണ് അത് കണ്ടിരിക്കുന്നത്, എസ്പെഷ്യലി ആ സിനിമയിലെ എല്ലാ പാട്ടും നമ്മളാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ ഒരു ജേണി എന്താണെന്നൊക്കെ കൃത്യമായിട്ട് നോക്കാറുണ്ട്. പിന്നെ ഓരോ പാട്ട് എനിക്കിപ്പോൾ സിറ്റുവേഷൻ പറയുമ്പോൾ ഇത് ആരുടെ പെർസ്പെക്റ്റീവിലാണ് ഈ പാട്ട് വേണ്ടതെന്നൊരു ചർച്ച ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെ സജസ്റ്റ് ചെയ്യും ഇന്ന ആളുടെ പെർസ്പെക്റ്റീവിൽ അതിനേക്കാളും ബെറ്റർ ആയിരിക്കില്ലേ ചിലപ്പോൾ ഒരു ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ വന്ന് അങ്ങനത്തെ കാര്യങ്ങൾ. ഒരുപാട് ഉദാഹരണമുണ്ട്. ഇപ്പോൾ രോമാഞ്ചത്തിലെ കാര്യം എടുത്താൽ തന്നെ ഓരോ പാട്ടും ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിലാണ്. ഇപ്പോൾ തലതെറിച്ചവർ എന്ന് പറയുന്നത് അതിലെ കഥാപാത്രങ്ങളെ പറ്റി നമ്മൾ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കണം ഇത് ഇങ്ങനെയാണെന്നുള്ളത്. ആദരാഞ്ജലി എന്ന് പറഞ്ഞ പാട്ട് പ്രേതം പാടുന്ന പാട്ടാണ്, ഇവരോട് പ്രേതം പാടുന്ന പാട്ടാണ്. ആത്മാവ് ഇപ്പോൾ ഇവര് പ്രേതത്തോട് ഒന്ന് ഇറങ്ങി പോവുക, മനസ്സിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറയുന്ന പാട്ട്. മനുജ എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ് ഈ പറഞ്ഞ കേട്ടിരിക്കുന്ന ഓഡിയൻസിനോടത്ത് ഇവരോടത്തും പറയുകയാണ് രാത്രിയിൽ ഇറങ്ങി നടക്കരുതെന്നാണ് ശരിക്കും ആ പാട്ടിൻ്റെ ഒരു വൺ ലൈൻ. അനർത്ഥങ്ങൾ അതായത് നീ നരിയല്ല, നീ കടവാവലും അല്ല, നീ എന്താണ് രാത്രി കിടന്നുറങ്ങാത്ത മനുഷ്യ എന്ന്, മനുഷ്യ രാത്രി നിനക്ക് ഉറങ്ങാനുള്ളതാണ് എന്ന് പറയുന്നൊരു പാട്ട്. അപ്പോൾ അതൊരു വാണിംഗ് ആണ് ഈ പറഞ്ഞ. അത് ഫെയർ വാണിംഗ്. നിങ്ങൾ അനുസരിച്ചാൽ പടത്തിന് സെക്കൻഡ് ഹാഫ് ഇല്ല, അവരത് അനുസരിക്കാത്തതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫ് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഫോർ ഷാഡോയിങ് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത് നടക്കാൻ പോകുന്ന സംഭവത്തെ പറ്റി നമ്മൾ നേരത്തെ ഒരു പാട്ട് സ്ക്രിപ്റ്റ് അറിയാന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഒരു ഡയറക്ടേഴ്സ് ലിറിസിസ്റ്റ് ആണ് അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ രോമാഞ്ചത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ ഭയങ്കര ഇഷ്ടത്തിൽ വരികൾ കുറച്ച് നാളുകൾക്ക് ശേഷം വരികൾ എടുത്ത് വായിച്ചിട്ടുണ്ടാവുക രോമാഞ്ചത്തിൻ്റെ ആയിരിക്കും. എല്ലാ പാട്ടുകളും നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരികളും നിൽക്കും. പക്ഷേ ഇങ്ങനെ കൃത്യമായി പോയി ആ വരികളൊന്ന് കണ്ടു പഠിക്കണം എന്നൊക്കെ തോന്നിയിട്ടുള്ളൂ. അതിൽ ഇപ്പോൾ ഇഷ്ടം ഇതൊരു നഷ്ടം, പിരിയുക ബഹു കഷ്ടം. അപ്പം ഇങ്ങനെ ടാറ്റയുടെ ഒരു രസമുണ്ടല്ലോ. അപ്പം ഇങ്ങനെ അത്രയും രസത്തിൽ പ്രാസത്തിൽ ഫുൾ മലയാളമാണ്. അതൊരു ഭയങ്കര രസം തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു. അപ്പം ഈ ചെറുപ്പം തൊട്ടൊക്കെ എഴുതുന്ന ആളാണെങ്കിൽ ഈ പ്രാസ ഒപ്പിച്ച് എഴുതുക എന്നുള്ളത് അത് ഭയങ്കര കാര്യമാണ്. പിന്നെ നമ്മൾ ഒരു ട്യൂണിനനുസരിച്ച് പാട്ട് എഴുതുന്ന സമയത്ത് പ്രാസം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണോ? ഈ രണ്ടാമത് പറഞ്ഞാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത്. ട്യൂണാണല്ലോ ആദ്യം ഇടുന്നത്, പിന്നെ അൾട്ടിമേറ്റ്ലി പാട്ട് എന്നുള്ളത് കേൾക്കാനുള്ളതാണല്ലോ. ഞാൻ ഒരിക്കലും ഈ പെൻ ടു പേപ്പർ കാര്യത്തെ പറ്റി ബോധമല്ല. എഴുതി വായിച്ച് എൻ്റെ ലിറിക്സ് ജഡ്ജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ അല്ല. കാരണം ലിറിക് ഒരു റോ മെറ്റീരിയൽ മാത്രമാണ്, പാട്ടാണ് പ്രൊഡക്റ്റ് എന്നുള്ളത് അറിയാം. അപ്പോൾ എവിടെയൊക്കെ റൈമിങ് വന്നു കഴിഞ്ഞാൽ പാട്ടിൻ്റെ സൗണ്ടിങ് ബെറ്റർ ആകും എന്നുള്ളത് ആലോചിച്ചിട്ടാണ്. അർത്ഥമൊക്കെ രണ്ടാമതേ എനിക്ക് വരുന്നുള്ളൂ. അർത്ഥം ഉറപ്പായിട്ടും വേണം. പക്ഷേ ഈ പാട്ടിൽ ഇപ്പോൾ ആ പാട്ടിൽ തനാ തനനാനാ എന്ന് പറയുമ്പോൾ ഓക്കെ, നഷ്ടം ഇതൊരിഷ്ടം വെടിയുക കഷ്ടം ഈ ശീലം പാടെ മറക്കാൻ ഇന്നൊരു വിമ്മിഷ്ടം, അങ്ങനെ വരുമ്പോഴാണ് ആ ട്യൂൺ എലിവേറ്റഡ് ആവുന്നത് നമുക്കറിയാം. അപ്പോൾ എന്നാൽ പിന്നെ സിറ്റുവേഷനിലുമാണ്. അപ്പോൾ ആ ഒരു സൗണ്ടിങ്ങിനെ പറ്റി ബോധോടാണ് ശരിക്കും. എന്നാൽ പ്രാസത്തിന് വേണ്ടി പ്രാസം ചെയ്താൽ ബോറുമായി പോകും. പിന്നെ ഒരു ബാലൻസ് പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മറ്റൊരു വരെയുണ്ട്, ഇപ്പോൾ ഈ നഗരത്തിൽ അംബാനികൾ 100,000, അതിലൊരു ധാരാവിയിൽ നീരാവിയായി നമ്മുടെ ജീവിതം എന്നുള്ളത്. ഇപ്പം ആ സിനിമയിൽ അത് പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം ആ സിനിമയിൽ നമ്മൾ പ്ലേസ് ചെയ്തില്ലെങ്കിലും അത് നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. എസ്പെഷ്യലി ഇപ്പോൾ ഒരു വളരെ മിഡിൽ ക്ലാസ്സിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ജോലി നേടിയ ഒരു നഗരത്തിൽ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വാർത്തകളുടെ അംബാനിമാരുടെ കാണും. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഇപ്പോൾ അംബാനി വെഡ്ഡിങ്സ് ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് മൈൻഡിലേക്ക് എപ്പോഴും ഈ വരി വരും. പക്ഷേ ഇത്തരം ഉപമകളൊന്നും ഒരിക്കലും എനിക്കറിയില്ല. ആ പാട്ടിൽ ആ വരിയൊക്കെ എഴുതുന്ന സമയത്ത് അതിപ്പോൾ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ ഇപ്പോൾ അംബാനി വേണം, നമ്മളെ ധാരാവിയാണ് ഇവരുടെ ലൈഫ് എന്ന് വേണമെന്ന്. അത് വിനായകന്റെ മാത്രം ഒരു കോൺട്രിബ്യൂഷൻ അല്ലേ ആ വരി. അപ്പൊ ആ തോട്ട് പ്രോസസ് ഒക്കെ എങ്ങനെ വന്നു? ഇത് ഹെവി ആണോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ അതൊരു കറക്റ്റ് പൊളിറ്റിക്സ് ആണല്ലോ? അത് അംബാനികളിവിടെ 100,000 ഉണ്ട്, പക്ഷെ നമ്മുടെ ലൈഫ് ഞാനിടയ്ക്ക് ആലോചിക്കാറുള്ളൊരു കാര്യമാണ്. ഞാനും ഈ പറഞ്ഞ ചെന്നൈയിലൊക്കെ ഒരു 10 വർഷം ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അത് ബാംഗ്ലൂർ ആണെങ്കിൽ പോലും ആ ഒരു അവരുടെ ഒരു ലൈഫ് എനിക്ക് വളരെ റിലേറ്റബിൾ ആണ്.
അപ്പോൾ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോൾ പോലും നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണല്ലോ, ഇതേ നഗരത്തിലാണ് നമ്മളുള്ളത്, അവരും ഉള്ളത്, അവരുടെ ലൈഫ് എങ്ങനെയാണ്, നമ്മുടെ ലൈഫ് എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളതിനെ പറ്റി അത് ഏറ്റവും എളുപ്പത്തിൽ വരുന്നൊരു, എല്ലാവർക്കും റിലേറ്റ്, അംബാനി അറിയാത്തവരാരുമില്ല, അപ്പോൾ ധാരാവി അറിയാത്തവരാരുമില്ല. അപ്പോൾ അങ്ങനെ എഴുതുന്ന നാച്ചുറലി അങ്ങനെ പോകുന്നതാണ്. 100,000 അംബാനിമാർക്കിടയിൽ നമ്മുടെ ലൈഫ് മറ്റേ ഒരു ഇന്ത്യയിലെ ഒരു പോപ്പുലേഷന് കറക്റ്റായി വളരെയധികം കണക്റ്റ് ആവുന്ന ഒരു ലൈനായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ മ്യൂസിക് പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പം അപ്പം പാട്ടുകാരനാവാന്നുള്ളത് മൈൻഡിൽ ചെറുപ്പമുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണോ ഇത് പഠിക്കാന്ന് കരുതിയത്? പിന്നെ നമുക്കൊരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്, സോ ലൈക്ക് നമുക്ക് അതിന്റെ മീറ്ററുകളാണെങ്കിൽ എനിക്ക് അതിന്റെ സംഗീതത്തിന്റെ എന്താണോ ആ ടേംസ് എന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് അറിയുന്നത് നമ്മളൊരു ട്യൂണ് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ, അതിന് ചേരുന്ന വരികൾ എഴുതാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഉറപ്പായിട്ട്. എനിക്ക് ആക്ച്വലി പാട്ട് പാടാൻ വലിയ ആഗ്രഹം പണ്ടും ഇന്നും ഇല്ല, അതെന്റെ വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ട് ചേർത്തതാണ്. പക്ഷെ അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ വളരെ നന്നായി തോന്നുന്നുണ്ട്. എനിക്ക് കീബോർഡ് പഠിക്കാൻ കൊണ്ട് ചേർത്തിരുന്നത്, അതായിരുന്നു കൂടുതൽ താല്പര്യം. അത് സീരിയസ് ആയിട്ട് തന്നെ പിന്നീട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അറിവുണ്ടല്ലോ, ഈ പറഞ്ഞ ഞാൻ അല്ലാതെ ട്രിനിറ്റി സ്കൂളിൻ്റെ മ്യൂസിക്കൽ തിയറി എന്ന് പറഞ്ഞ അതിൻ്റെ ഗ്രേഡ് 4 എക്സാംസ് ഒക്കെ പാസ്സായിട്ടുള്ള ആളാണ്. ഇൻസ്ട്രുമെൻ്റ് അല്ല, അത് ബേസിക്കലി തിയറിയാണ്, താളങ്ങളെ പറ്റിയും അങ്ങനെയുള്ള അറിവ്. അപ്പോൾ അത് കുറേയൊക്കെ ഹാഫ് ബേക്ക്ഡാണെന്ന് വെച്ചാൽ ഞാൻ മുഴുവൻ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അതിപ്പോൾ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാരണം ട്യൂണ് കിട്ടിയിട്ട് പാട്ട് എഴുതുമ്പോൾ മ്യൂസിക് സൈഡിൽ നിന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയാണ്. പിന്നെ രാഗങ്ങളെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് സെൽഫ് ഇനിഷ്യേറ്റീവ് ഒക്കെ എടുത്ത് പണ്ടേ പഠിക്കാനൊക്കെ താല്പര്യം കാണിച്ച് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഓരോ രാഗത്തിനും എന്താണ് രാഗം ബേസിക്കലി തരുന്നൊരു ഭാവം എന്താണ്, ഏത് ഇമോഷനാണ് ആ രാഗം എലിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ളത് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്യാനും, അത് ഫോളോ ചെയ്യാനും, ബ്രേക്ക് ചെയ്യേണ്ട സ്ഥലത്ത് ബ്രേക്ക് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ആ മ്യൂസിക്കൽ നോളജ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ഈ കീബോർഡൊക്കെ അങ്ങനെ അല്ലെങ്കിൽ ഉപകരണങ്ങൾ പൊതുവെ പഠിക്കുന്നത് നമ്മൾ കുറെ കൂടെ കമ്പോസേഴ്സിന്റെ ഇടയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു കമ്പോസിങ് ഞാൻ ആക്ച്വലി ആദ്യം ചെയ്ത കമ്പോസിംഗ് ആണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒരു ആക്ച്വലി ആദ്യം കമ്പോസ് ചെയ്യുന്നത് എൻ്റെ അമ്മ അമ്മയുടെ ബാങ്കിന്റെ കൊയറിന് എന്തോ പാടാൻ വേണ്ടി ഒരു കവിത എഴുതി വെച്ചു. അമ്മ എഴുതുന്ന ഇങ്ങനെ ചെറിയായിട്ട് എഴുതും. അപ്പോൾ അതിങ്ങനെ ഒരു പേപ്പറിൽ കണ്ടപ്പോൾ ഞാൻ അത് ആദ്യം കമ്പോസ് ചെയ്തു. അങ്ങനെ കമ്പോസിങ് ആയിരുന്നു താല്പര്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നീട് ഞാൻ കമ്പോസ് ചെയ്യാൻ എനിക്ക് വരിയില്ല, അപ്പോൾ അതിനുവേണ്ടി വരി എഴുതി തുടങ്ങിയതാണ്. എന്തെങ്കിലും വേണമല്ലോ എന്ന് വെച്ചിട്ട് ലവ് സോങ് ഒക്കെ കമ്പോസ് ചെയ്ത് പിന്നെ കമ്പോസിങ് അങ്ങ് നിന്നു. 12ാം ക്ലാസ് പരീക്ഷയോട് കൂടി മറ്റേ മ്യൂസിക് പഠിത്തമൊക്കെ അവിടെ നിന്നു, ലിറിക്സ് കണ്ടിന്യൂ ചെയ്തങ്ങ് വന്നു. ഇപ്പം മറ്റേ ഒരു മ്യൂസിക്കൽ ആൽബം ചെയ്തിരുന്നല്ലോ ഗൗരി കൃഷ്ണനും സർജാനും ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ മൊത്തം വർക്ക് ആണല്ലോ മ്യൂസിക്. അതിൽ സ്റ്റോറി ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ആഗ്രഹമുള്ള ഒരാളാണല്ലോ ഇതിന്റെ എല്ലാം. ആ ഒരു എക്സ്പീരിയൻസ് കൂടുതൽ ഒരു ലേണിങ്ങിന് വേണ്ടി ചെയ്ത ഒരു കാര്യമായിരുന്നു. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, സിനിമാറ്റോഗ്രാഫി ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, മ്യൂസിക് ചെയ്യുന്ന. അതിൽ മ്യൂസിക് ചെയ്ത ആളാണ് ഇപ്പോൾ റാമും നേരും ഊമനൊക്കെ ചെയ്ത് വിഷ്ണു ശ്യാം എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവർക്കും കൂടെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോണർ തിരഞ്ഞെടുത്തിട്ട് എൻ്റെ ആക്ച്വലി എഴുതുന്നതൊക്കെ ലവ് സോങ് ആണെങ്കിലും ലവ് സിനിമാസ്, ലവ് സ്റ്റോറീസ് അധികം കാണാൻ ആഗ്രഹിക്കുന്ന ആളോ എൻ്റെ ജോണറല്ല. പക്ഷെ ഇതിപ്പോൾ എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ചെയ്തൊരു വർക്കാണ് ഹായ് ഹലോ കാതൽ. അപ്പോൾ അത് ആക്ച്വലി ആ പ്രോസസ്സ് എൻജോയ് ചെയ്തു. ബാക്കി ഷൂട്ടിംഗ് സമയത്ത് ഡയറക്ടോറിയലായിട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഇവിടെ ചെയ്തൊരു കാര്യമാണ്. ഇപ്പോൾ പർദീസ, രോമാഞ്ചം, ആവേശം, ഇപ്പോൾ ഇതിലൊക്കെ സുഷിൻ ശ്യാമിന്റെ ഒപ്പാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചൊരു 2 പടമൊക്കെ ഹിറ്റായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 പടം കൂടെ ഹിറ്റായി കഴിഞ്ഞാൽ നമ്മളൊരു കോംബോ എന്നുള്ളൊരു കാര്യം വരുമല്ലോ. അപ്പം ആക്ടേഴ്സിൻ്റെ നമ്മൾ പറയും, ആക്ടർ ഡയറക്ടർ പറയും, അല്ലെങ്കിൽ ആക്ടർ സിനിമോട്ടോഗ്രാഫർ പറയും. അതേപോലെ മ്യൂസിക്കിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും മ്യൂസിക് ഡയറക്ടർ, റൈറ്റർ. അപ്പം നിങ്ങളുടെ തമ്മിലുള്ള ഒരു ക്രിയേറ്റീവ് സ്പേസ് എങ്ങനെയാണ്? ഭയങ്കര കംഫർട്ടബിൾ ആണോ രണ്ടുപേരും വർക്ക് ചെയ്യാൻ? വളരെയധികം. അത് ഓരോ വർക്ക് കഴിയുമ്പോഴും അത് കൂടുന്നു ഞാൻ വിശ്വസിക്കുന്നു. അതായത് സുഷിൻ നമുക്ക് തരുന്നൊരു സ്പേസ് ഉണ്ട്. അത് എനിക്ക് എന്തും എഴുതി പ്രസൻറ്റ് ചെയ്യാം. അത് സുഷിന് റോങ് ആണെന്ന് തോന്നുകയാണെങ്കിൽ റോങ് ആണെന്ന് പറയും, ക്രിഞ്ചാന്ന് തോന്നി ക്രിഞ്ചാന്ന് നോക്കി പറയും. പക്ഷേ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടെന്നൊരു കാര്യമുണ്ടല്ലോ, നമുക്ക് ഒരാളോട് എഴുതി പ്രസന്റ് ചെയ്യാൻ വേറെ ഒന്നും ഇല്ല. ചിലപ്പോൾ ഞാൻ പറയും അടുത്ത വരി ഞാൻ കുറച്ച് കഴിഞ്ഞ് പ്രസന്റ് ചെയ്യാം, അതുവരെയുള്ളത് ഓക്കെയാണെന്ന് അങ്ങനെയൊക്കെ പറയും. ബട്ട് എന്നാലും ആ ഒരു നമുക്ക് മറ്റേ ഫ്രീ ആയിട്ട് പോകാനുള്ളൊരു സ്പേസ് അവിടെ തരുന്നുണ്ട്. സുഷിൻ അത് ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യാനിരിക്കുന്ന ഒരാളെ പോലെയൊന്നും അല്ല, ഭയങ്കര സെക്യൂർ ആയിട്ട് നമ്മളെ ഫീൽ ചെയ്യിക്കും. സുഷിൻ തന്നെ വളരെ സെക്യൂർ ആയിട്ടൊരു മനുഷ്യനാണ്, തീരെ ഇൻസെക്യൂരിറ്റി ഇല്ലാത്ത. ഇപ്പോൾ മഞ്ഞുമല്ലൊക്കെ പാട്ട് എഴുതുമ്പോൾ ഇത് ഹിറ്റ് ആവണ്ട അല്ലെങ്കിൽ ഹിറ്റിനെ പറ്റി ആലോചിക്കണ്ട എന്ന് പറയുന്ന, അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, മനസ്സുകൊണ്ട് തന്നെ സെക്യൂർ ആയിരിക്കണം. അത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ വളരെ വലിയൊരു പ്രഷറാണ്. നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിൽ തന്നെ ഹിറ്റ് വേണം. അവസാനത്തെ ഹിറ്റ് വെച്ചാണ് നമ്മൾ അറിയപ്പെടുന്നത്. നമ്മൾ 5 വർഷം മുമ്പ് എന്ത് ചെയ്തെന്നുള്ള ഒരു കാര്യമില്ല. അങ്ങനെ നിൽക്കുന്നൊരു ഇൻഡസ്ട്രിയിൽ
നീ ഹിറ്റിനെ പറ്റി ബോധർ ചെയ്യണ്ട എന്ന് പറയാൻ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് സുഷിൻ. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് എന്തും, അതായത് പിന്നെ നമ്മൾ ഇത് എഴുതി അപ്രൂവൽ വാങ്ങിക്കണം എന്നുള്ള പ്രഷർ പിന്നെ ഇല്ല. അത് ആദ്യമേ എടുത്തൊക്കെ തൊട്ടിക്കളയുവാണ്. ബാക്കി കുറെ വർക്കുകളിൽ അതുണ്ട്, നമ്മൾ എഴുതുന്നവർക്ക് ഇഷ്ടപ്പെടും, അപ്രൂവ് ചെയ്യും, ആ ഒരു ഇൻഹിബിഷൻ ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ മൃദുഭാവേദയുടെ കൃത്യം, കണ്ണൂർ സ്കൂളിൽ അങ്ങനത്തെ ഒരു പാട്ട്, അല്ലെങ്കിൽ തായ്മനം, മഞ്ഞുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾ എഴുതാനും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഫണ്ട് മറ്റേ എല്ലാം ചെയ്യാനോടെ പറ്റുന്നൊരു സ്പേസ് ഉള്ളത് അതുകൊണ്ടാണ്. പിന്നെ സുഷിന് കൃത്യമായിട്ട് സുഷിന് സിനിമ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിലും ഇന്റലിജന്റ് ആണ്. ഏത് സിനിമ വേണം ഏറ്റവും ബെസ്റ്റ് സ്ക്രിപ്റ്റ് സെലക്ഷൻ പറയുന്നത് ഉണ്ട്. അതുപോലെ തന്നെ ഏത് ടെക്നീഷ്യൻസുമായിട്ട് ഓരോ പാട്ടിന് വർക്ക് ചെയ്യുന്ന ലിറിസിസ്റ്റ് ആരാണ്, സിംഗറാണ്, അതിനൊക്കെ വളരെ കെയർഫുള്ളി ചൂസ് ചെയ്യുന്ന എന്തൊരു മാജിക് സുഷിനുണ്ട്. ഒരു കവിയായി നിന്നുകൊണ്ട് ഒരു പാട്ടെഴുത്തുകാരനാകാൻ പറ്റുമെങ്കിൽ എല്ലാ കവികളും ഇപ്പൊ ഇതിലോട്ട് വന്നേനെ. പറ്റാറില്ല. ഇപ്പൊ ബാലേന്ദ്ര ചുള്ളിക്കാട് സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല, അപ്പോഴാണ് ഈ പാട്ടെഴുത്തുകാർ ചെയ്യുന്നതിന്റെ വില മനസ്സിലായെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് വെച്ചാൽ നമ്മൾ വാനപ്രസ്ഥം, ഭരതം എന്ന് പറയുന്നത്, ചന്ദ്രലേഖ എന്ന് പറയാൻ നമ്മൾ ചിലപ്പോൾ സ്വകാര്യതയിൽ ചന്ദ്രലേഖ അടിപൊളിയാണ്, പബ്ലിക്കിൽ നമ്മൾ സമ്മതിക്കില്ലല്ലോ. ഇപ്പൊ ആരാധിക എന്നുള്ള പാട്ട് എഴുതുമ്പോൾ തന്നെ എനിക്കറിയാം, ഓക്കെ ഇത് ഇറങ്ങുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു 4 അവാർഡ് വരും, എനിക്ക് വരും, വിഷ്ണുചേട്ടന് വരും, സൗര്യ സന്തോഷിന് വരും. പക്ഷെ രോമാഞ്ചത്തിൽ എത്ര അവാർഡ് കിട്ടി? രോമാഞ്ചം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് അവാർഡ് കിട്ടണം എന്നുള്ളത്, ഞാൻ വേറൊരാളായിരുന്നു എഴുതിയിരുന്നെങ്കിൽ പോലും നമ്മൾ ആ ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാൻ മടിക്കും.